നമസ്കാരം. ശ്രീ ആയൂർ ബിജു. നമസ്കാരം. കോട്ടയത്തിന് പുറത്ത് അപൂർവമായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള പല സംഘടനകളുടെയും തലപ്പത്തിരുന്നിട്ടുള്ള വ്യക്തിയാണ് ആയൂർ ബിജു. നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച നടത്തിയിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ചർച്ചകളേക്കാൾ താങ്കൾ അവകാശപ്പെട്ടതിനേക്കാൾ വ്യത്യസ്തമായിട്ടൊരു ചിത്രമാണ് തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും കേരളത്തിൽ നിന്ന് ഒന്നുപോലും കിട്ടാത്ത ഒരവസ്ഥ. കേരളം ഒരു മുച്ചൂടും. ആ പാർട്ടിക്ക് ചരിത്രത്തിൽ ഇതുവരെ അങ്ങനൊരു ഗതി ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി എന്താണ് ഇനി സംഭവിക്കുക? പാർട്ടി ഇനി ഉണ്ടോ? കേരള കോൺഗ്രസ് എന്തെന്ന് പറയുന്ന പാർട്ടിക്ക് അതിൻ്റെ ചിഹ്നം നഷ്ടപ്പെട്ടു, സിമ്പൽ ലോസ്റ്റ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി ഇല്ലാതായോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? അല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം കൊണ്ടൊന്നും ഒരു പാർട്ടിയെ നമുക്ക് മുഴുവൻ സീറ്റും പരാജയപ്പെട്ടു എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ എവിടെയെല്ലാം പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടില്ലേ? അല്ലേ? രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു, സഞ്ജയ് ഗാന്ധി. ഇപ്പം ഒരു പരാജയമൊന്നും, അല്ലെങ്കിൽ ഒരു പരാജയം തുടർച്ചയായിട്ട് പരാജയമാണെങ്കിൽ നമുക്കങ്ങ് ഒരു പരാജയം കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതായി പോകുന്നില്ല. അവിടെ ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് പാർട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് തന്നെ ഞങ്ങളൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി പറഞ്ഞത് അത് CPM-ന്റെ കുഴപ്പം കൊണ്ടാണ്. അങ്ങനെയല്ല, ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടായി. അത് കഴിഞ്ഞ പ്രാവശ്യവും ഈ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ വന്നപ്പോൾ ജോസ് കെ മാണി വേണ്ട, ബാക്കിയുള്ളവരൊക്കെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ നിയമസഭയിൽ വരട്ടെ എന്നൊരു ചിന്ത ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടായോ എന്ന് സംശയം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അത് പറഞ്ഞതിൽ ഒന്നുകൂടി ക്ലാരിറ്റി. ജോസ് കെ മാണി വേണ്ട, പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി നിയമസഭയിൽ എത്തണ്ട. അപ്പം മറ്റുള്ളവരുണ്ടോ പാർട്ടിക്കകത്ത്? വളരെ പ്രധാനപ്പെട്ട പാർട്ടിയില്ല, മുന്നണിയിലുണ്ട്. അത് ശരി. അങ്ങനെ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ക്രോസ് വോട്ടിംഗ് കഴിഞ്ഞ 5 കൊല്ലത്തിന് മുന്നേ ഉണ്ടായി എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? പിന്നെ അവിടെ വേറൊരു കാര്യമുണ്ട്. ഈ പടലപ്പിണക്കം എന്ന് പറയുന്നത് പണ്ടും ഉണ്ടായിരുന്നു. UDF-നകത്തിരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ടി കണ്ടെത്തിയ ഒരു കാര്യമാണ് രമേശ് കോൺട്രാക്ടറുമായിട്ടുള്ള ഒരു പ്രശ്നം. രമേശൻ കോൺട്രാക്ടർ അല്ല, കേരളത്തിലെ ബാർ ഉടമകളുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കോഴക്കേസ്. ബിജു രമേശ് മാത്രമല്ല, വേറെ ഒരുപാട് പേരുടെ പേരുണ്ട്. നമ്മൾ അതിലേക്ക് ഒതുക്കണ്ട. അല്ല, അന്ന് മാണി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്തൊക്കെ ചില ഗൂഢാലോചനകൾ. അദ്ദേഹം അത് താങ്കളെപ്പോലെ തുറന്നു പറയുകയല്ല, ഒളിപ്പിച്ചു വെച്ച് പറയുക. അന്ന് അദ്ദേഹത്തിൻ്റെ വലം കൈയായിട്ട് പ്രവർത്തിച്ച ആളാണ് റോഷി. ആ റോഷിയാണെന്ന് മറുകണ്ഠം ചാടിയത്. നമ്മളത് മറക്കരുത്. അതിനകത്ത് ഞാൻ എന്താണ് താങ്കൾ പറഞ്ഞതിന് ഞാൻ 100% ഞാൻ കഴിഞ്ഞ ദിവസവും ഈ പറയുന്ന റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മുൻ മന്ത്രിയുടെ ഭവനത്തിൽ പോയി അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ച വ്യക്തിയാണ്. ഇവിടെ നമ്മുടെ മന്ത്രി ഓഫീസില് പ്രശാന്തിയിൽ പോയി പുള്ളിയായിട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കാരണവശാലും റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യൻ ജോസ് കെ മാണിക്കെതിരെ നിൽക്കില്ല, പാർട്ടിക്കെതിരെ നിൽക്കില്ല. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ KM മാണിയെ എങ്ങനെ കാണുന്നുവോ അതേപോലെയാണ് ജോസ് കെ മാണിയെ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ. പക്ഷെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ജോസ് കെ മാണിയെ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥി എന്ന് അദ്ദേഹം മൈക്ക് പിടിച്ച് വാങ്ങിച്ച് അനൗൺസ് ചെയ്യുകയായിരുന്നു. അതൊരു ചതിയായിരുന്നു എന്ന് പറയുന്നത്. അല്ല, ജോസ് കെ മാണി ഒരിക്കൽ പോലും ഞാൻ പാലാ വിട്ടൊരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും വേണ്ടില്ല, അങ്ങനെ വേണ്ടില്ല. അങ്ങനെ ജോസ് കെ മാണി എന്ന് പറയുന്ന വലിയ മനുഷ്യന്, ഞങ്ങളുടെ പാർട്ടി ചെയർമാന്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന 12 സീറ്റിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം, ആരും എതിർപ്പ് പറയത്തില്ല. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ഞാൻ പാലയിൽ മത്സരിക്കുന്നില്ല, പാല വിട്ട് കടുത്തുരുത്തിയിൽ മത്സരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ പ്രേക്ഷകർക്ക് വന്ന വിഷയത്തിലേക്ക് വന്നാൽ ഓക്കെ, ഞാനത് പിന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. നമ്മൾ വീണ്ടും തെറ്റ്, വാദത്തിന് വേണ്ടി സമ്മതിക്കുകയല്ല, അത് യാഥാർത്ഥ്യം. താങ്കളുടെ യാഥാർത്ഥ്യം. വീണ്ടും തെറ്റി, എന്റെ യാഥാർത്ഥ്യമല്ല, കേരള കോൺഗ്രസ് പാർട്ടിയെ പോലുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ യാഥാർത്ഥ്യം. ഓക്കെ, ഞാനത് ഉൾക്കൊള്ളുന്നു. ഇനി രണ്ടാമത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന വിഷയം അതല്ല. അന്ന് KM മാണി സാറ് പോലും പാർട്ടിയിൽ നിന്നുള്ള പാരവയ്പ്പുകൾ ഉണ്ടായി എന്ന് സംശയിച്ചു. അതേറെക്കുറെ ശരിയുമാണ്. പിന്നക്കാലത്ത് നിങ്ങളുടെ പാർട്ടി തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുകയും ആരാണെന്ന് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒരു കാരണമാണ്. നിങ്ങൾ മുന്നണി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അതും കൂടിയാണ്. അല്ലല്ല, മുന്നണി മാറിയതല്ല,
മുന്നണി മാറിയതല്ല, നിങ്ങളെ മാറ്റിയതാണ്. മുന്നണി ഞങ്ങളെ മാറ്റിയതാ. ഓർമ്മയുണ്ടല്ലോ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് KPCCയുടെ പ്രസിഡന്റ് ബെന്നി ബെഹനാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് UDF തുടരാൻ അർഹതയില്ല. എന്താ വിഷയം? കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു പ്രസിഡന്റിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം നിന്ന ഒരാള് മറുകണ്ഠം ചാടിപ്പോകുന്നു. അയാളെ പ്രസിഡന്റ് ആക്കണം എന്ന് പറയുന്നു. ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ പാർട്ടി പറയുന്നു പറ്റില്ല എന്ന് പറയുന്നു. അതിന്റെ പേരിലാണ്. അതിനവർ അനുഭവിച്ചത് 5 കൊല്ലത്തെ വേദനയാണ്. അത് മനസ്സിലാക്കണം. ഞങ്ങളോട് അന്നുണ്ടായിരുന്നെങ്കിൽ. അല്ല, ഞാൻ അവിടെ ഒന്ന് ചോദിക്കട്ടെ. അന്ന് KPCC പ്രസിഡന്റ് അല്ലാത്ത രമേശ് ചെന്നിത്തലയും പറഞ്ഞു മാറണം, ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഒറിഞ്ഞു തരണമെന്ന് പറയും. അവിടെ ഒരു ധാരണയുണ്ടായിരുന്നു, അലിഖിതമായ ധാരണ അല്ലെങ്കിൽ ലിഖിതമായ ധാരണ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം കഴിയുമ്പോൾ മാറിക്കൊടുക്കണം. അതിന് മുഴുവൻ രേഖ ഞാൻ വേണമെങ്കിൽ നാളെ കൊണ്ടുവരാം. എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ അന്ന് ചില ഡിബേറ്റുകളിൽ ചില ചാനലുകളിൽ പോയ അതിന്റെ വിശദമായ ആ എഗ്രിമെന്റിന്റെ കോപ്പി ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ താങ്കളെ. ഒന്നുമില്ല, ഞങ്ങൾക്ക് ഉള്ള ഒരു സംവിധാനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ഒരാള്, അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിന്ന് ഒരാള് മറുകണ്ഠത്തേക്ക് പോകുന്നു. മറുകണ്ഠം ചാടിയവന് പ്രസിഡന്റ്ഷിപ്പ് കൊടുക്കണം എന്ന് ജോസഫ് ഗ്രൂപ്പ് പറയുന്നു. പറ്റില്ല എന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും കൊടുക്കുമോ? ആരും കൊടുക്കില്ല. കോൺഗ്രസ് ഒരു ധാരണയില്ല, ഒരു ധാരണ. അതിനകത്ത് ഞാൻ അതിന്റെ നൂലിഴ പരിശോധിച്ച് ആ വിഷയം ചർച്ചകളിൽ പൊതുസമൂഹത്തിന് മുന്നിൽ സംബന്ധിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പുറത്തു പോയതല്ല. താങ്കൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അന്ന് ഈ പറയുന്ന ബെന്നി ബെഹനാന്റെ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് റോഷി അഗസ്റ്റിന്റെ ഒരു പത്രസമ്മേളനമുണ്ട്. അദ്ദേഹം വിങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു പത്രസമ്മേളനമുണ്ട്. ഞങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിച്ചവരല്ലെന്ന്. ഞങ്ങളെ തള്ളിപ്പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭയം തന്നത് LDF. അപ്പോൾ ഇവിടെ റോഷി അഗസ്റ്റിനെ കുറിച്ച് മറ്റൊരു ആരോപണം ഇപ്പോൾ താങ്കൾക്കത് വ്യക്തമാക്കാനുള്ള അവസരം തരികയാണ്. ഒരു ആരോപണം ഉന്നയിച്ചത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജോസ് കെ മാണി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മുന്നണി മാറാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. മുന്നണി മാറാൻ വേണ്ടിയുള്ള ഏതാണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ റോഷിയും പ്രമോദ് നാരായണനും കൂടി ചേർന്നുകൊണ്ടാണ് ജോസ് കെ മാണിയെ ആ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയത്. താൻ ന്യൂനപക്ഷമായി പോകും, MLA-മാരുടെ പിന്തുണ ന്യൂനപക്ഷത്തിൻ്റെത് മാത്രമാകും എന്നുള്ളൊരു ബോധം. അതിനെക്കുറിച്ച് എന്തോ വ്യക്തമായി ഞാൻ ചോദിക്കട്ടെ. എന്തെങ്കിലും ചേട്ടൻ, നിങ്ങളൊക്കെ വളരെ നീണ്ട കാലഘട്ടം പല മാധ്യമങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക്, മലയാളി വാർത്തയുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു തെളിവ് നമുക്ക് ഹാജരാക്കാൻ സാധ്യമാകും? ഒന്നുമില്ല. അതായത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു തെളിവ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകില്ല. ഇനി ഞങ്ങളുടെ കമ്മിറ്റികൾ ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങളുടെ സെക്രട്ടറി ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഒരു കമ്മിറ്റിയിലും അങ്ങനെ ഒരു ചിന്ത പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് ജോസ് കെ മാണി സാർ ഉണ്ടായിരുന്നെങ്കിൽ മുന്നണി മാറ്റത്തെ അന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിനോടൊപ്പം ഞങ്ങളുടെ റോഷി അഗസ്റ്റിൻ നിൽക്കും, ഈ പറയുന്ന പ്രമോദ് നാരായണൻ നിൽക്കാതെ എവിടെ പോകുന്ന ഈ പ്രമോദ് നാരായണൻ ഈ പാർട്ടി വന്നിട്ടേ വലിയ നാളൊന്നുമില്ല, 5-10 കൊല്ലം അയാള് അദ്ദേഹത്തെ കൊണ്ടു നടന്ന് അദ്ദേഹത്തെ പാർട്ടി നേതാവാക്കി പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ചതിന്റെ പിന്നിൽ വേറെ ആരുമില്ല. അതിന്റെ പിന്നിലുള്ളത് സാക്ഷാൽ ജോസ് കെ മാണിയാണ്. ഒരുപക്ഷെ അദ്ദേഹം ചെയ്തത് തെറ്റായി പോയോ എന്ന് അദ്ദേഹം ആലോചിക്കണം. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ ഈ പറയുന്ന പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ജോസ് കെ മാണി സാറിന്റെ ഒരു നിർദ്ദേശത്തിന് വിരുദ്ധമായി നിന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത് പറയാം പാർട്ടിയിൽ, പക്ഷേ ഇത് സാധാരണമാണ്. രാഷ്ട്രീയവും പ്രായോഗികവുമായ തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടി തന്നെയാണ്. പാർട്ടി നേതാക്കൾ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, KM ജോർജുമായിട്ട് KM മാണി സാറ് പിണങ്ങിയില്ലേ? അങ്ങനെയല്ലേ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. KM മാണി സാറുമായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ വലം കൈയായിരുന്ന ഏറ്റവും വിശ്വസ്തനായിരുന്ന TM ജേക്കബ് പിണങ്ങിപ്പോയില്ലേ? ജോസഫ് ഗ്രൂപ്പ് ഉണ്ടായില്ലേ? ഇതുപോലെ ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കോൺഗ്രസിൽ നിന്ന് P.T. ചാക്കോയില്ലേ? ഞാൻ ചോട്ടെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒറിജിനിലേക്ക് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിളർത്തി P.T. ചാക്കോ എന്ന് പറയുന്ന അതികായൻ, അദ്ദേഹത്തിന്റെ വയസ്സ് എനിക്കൊന്ന് 40-45 വയസ്സേ ഉള്ളൂ. അന്ന് ആ പ്രസ്ഥാനത്തെ നിന്ന് പിളർന്നു മാറി അദ്ദേഹം സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടിയെ ഇന്നും കേരളത്തിന്റെ മണ്ണിൽ നിലനിർത്താൻ സാധ്യമാകുന്നു എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ന്യായമായ കാരണങ്ങളുടെ പേരിലാണ് അത് ഉണ്ടാക്കിയത്. അതും മറക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ പോലെ
ഈ ഉള്ള അല്ലാത്ത ഒരു കാലത്ത് പ്രീമിയർ പത്മിനി കാറിൽ അദ്ദേഹം പീച്ചി ഡാമിൽ ഗസ്റ്റ് ഹൗസിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള പത്മിനി മേനോൻ എന്നൊക്കെ പറയുന്നു, പത്മ മേനോൻ എന്നൊക്കെ പറയുന്നു, ഹൂവർ ഇറ്റ് ഈസ്, അതൊരു വലിയൊരു അപരാധമായിട്ട് കാണുന്ന ഒരു കാലമായിരുന്നു അത്. പക്ഷേ ഇന്നതല്ല. അങ്ങനെ ഞാൻ ഒരു പുതിയ താങ്കൾ ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ മലയാളി വാർത്തയുടെ പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ 10,000-കണക്കിന് പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. അന്ന് അങ്ങനെ ഒരു പ്രീമിയർ പത്മിനി വണ്ടിയിൽ എനിക്ക് തോന്നുന്നു അംബാസഡറാണ്, ഈ അംബാസഡർ വണ്ടി ആക്സിഡന്റ് ആകുന്നു, അതിലൊരു സ്ത്രീ ഉണ്ടാകുന്നു, ഒരു തട്ടി അവിടെ ഒരു ഇല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ഒരു വലിയ വാർത്തയുണ്ട്. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി നിലവിലുള്ള വി ഡി സതീശൻ, അദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു സ്ത്രീ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കേൾക്കും. അല്ല, അങ്ങനല്ല, അദ്ദേഹം ഇരിക്കുന്ന ക്യാബിന് അദ്ദേഹത്തിന്റെ ഇതിനകത്ത് ട്രെയിൻ അദ്ദേഹം സഞ്ചരിക്കുന്ന തൊട്ട് ഓപ്പോസിറ്റ് സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഈ പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് അവർക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു പൊതി ചോറ് കൊണ്ടു കൊടുത്തിട്ട് ഇവർ രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ കാണാൻ പറ്റും? എങ്ങനെ കാണാൻ പറ്റും? പക്ഷേ അന്ന് അതുകൂടെ കേൾക്കൂ. അതായത് അന്ന് പിന്നെ ആർ ശങ്കർ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം വരെ ഉണ്ടാക്കിയത്. എൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള PT ചാക്കോയിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അദ്ദേഹം ചങ്കുപൊട്ടുകയായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ, ആജാനുബാഹുവായ മനുഷ്യൻ, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അല്ലേ, സബ്ജക്ട് കറക്ഷൻ, ആജാനുബാഹുവായിട്ടുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം. ശബ്ദം KM മാണിയുടെ പോലും താങ്കളുടേത് പോലും അതിനേക്കാൾ നല്ല പൗരുഷമുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്ന കേരളത്തിൻ്റെ, അത് കൊമ്പൻ മീശം വെച്ചുകൊണ്ട് ഒരു കൊമ്പനാന തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് ശങ്കർ ഒരൊറ്റയടിക്ക് എനിക്ക് വിശ്വാസമില്ല, എന്തോ ഒരു പെണ്ണിനോടൊപ്പം യാത്ര ചെയ്തുകൂടാത്ത ഒരു കാലമായിരുന്നു. അതിന് എങ്ങനെയാണ് പെണ്ണിനോട് എങ്ങനെ ഒരു പിന്നെന്തിനാണ് അദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടത്? അതാണ് അതിലേക്ക് വരാം. അത് ശങ്കർ വിചാരിക്കുന്നു ഇവൻ വളർന്നാൽ നാളെ എനിക്ക് ഭാര്യയാകും. ഇന്ന് സംഭവിച്ചെന്താ? മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്ത ചാണ്ടി ഉമ്മനെ ഉപേക്ഷിക്കപ്പെട്ടു. എന്ത് സംഭവിച്ചു അവിടെ? എന്താണ് ചാണ്ടി ഉമ്മൻ? ജനീഷനില്ലാത്ത എന്ത്, അല്ലെങ്കിൽ ലിജുവിനില്ലാത്തത്, അല്ലെങ്കിൽ ബിന്ദു എന്ന് പറയുന്ന അവരെയും തള്ളിക്കളയുമില്ല. അങ്ങനെ ഇന്ന് കോൺഗ്രസിന്റെ മന്ത്രിമാരായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്ന അവരെക്കാട്ടി മോശക്കാരാണോ ചാണ്ടി ഉമ്മൻ? ഈ ചാണ്ടി ഉമ്മനെ വെട്ടിയത് എന്തുകൊണ്ട്? അവിടെ അതിലേക്കാണ്. അങ്ങനെ ചാണ്ടി ഉമ്മനെ വെട്ടിയതിന് സമാനമായിട്ട് ശങ്കർ വിചാരിക്കുന്നു ഇവൻ വളർന്നു വന്നാൽ, PT ചാക്കോ വളർന്നു വന്നാൽ എനിക്ക് ഭീഷണിയാകും എന്ന ഒരു കണ്ടെത്തൽ ആണ് എന്ന് തന്നെ ഞാൻ ഈ ചരിത്രം അല്പം പഠിച്ചതാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗമായിട്ട് ഈ പറയുന്ന ശങ്കർ PT ചാക്കോയെ വെട്ടി അത് അദ്ദേഹം മനസ്സിലാക്കി. കേരള കോൺഗ്രസ് അങ്ങനെയാണോ? അങ്ങനെയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നീട് ഉണ്ടാവുന്നതും അദ്ദേഹത്തെ മരണവും. ന്യായമായിട്ടൊരു കാരണത്തിലാണെന്ന് PT ചാക്കോയുടെ കേരള കോൺഗ്രസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ളത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ സമയം, ഈ സ്റ്റോറിയുടെ സമയം അവസാനിക്കുകയാണ്. എന്താ നിങ്ങൾ PJ ജോസഫിനോടൊപ്പം കൂടും? നിങ്ങളുടെ എങ്ങനെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അതിന്റെ പരാമർശം എങ്ങനെയാണ്? അവർ വിളിച്ചിരിക്കുകയാണ് നമ്മൾ കേരള കോൺഗ്രസുകൾ ഒന്നാവണം. പലപ്പോഴും ഇങ്ങനെ അവരാരാ? അപ്പനെ മോന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത് ഇവരാരാ? മോന്റെ അല്ല, ഞങ്ങളാണ് അപ്പൻ. പക്ഷേ ഇപ്പോ ഞാൻ ഒന്ന് പറയട്ടെ, ഇടപെട്ട് പറയട്ടെ, ക്ഷോഭിക്കരുത് താങ്കൾ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു സീറ്റും കിട്ടിയില്ല, മത്സരിച്ച് ഒരു സീറ്റും കിട്ടിയില്ല. അവർ 8 സീറ്റിൽ മത്സരിച്ച് 7 സീറ്റ് നേടിയ അവസ്ഥയാണ്. അതാണ് അവരുടെ പൊളിറ്റിക്കൽ ലൈൻ ശരിയെന്ന് അവർക്ക് പറയാം. EMSന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനല്ല. കഴിഞ്ഞ തവണ അവർ മത്സരിച്ചത് 10 സീറ്റാണ് എൻ്റെ ഓർമ്മ. അല്ല, 10 സീറ്റ്. അന്ന് അവർ എത്ര 2 കിട്ടിയേ? അന്ന് ഞങ്ങൾക്ക് 5 ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്താണ് സാറേ? ലേറ്റായിട്ട് വരും, ലേറ്റസ്റ്റായി മാറുമെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ടു എന്നുകൊണ്ട് ഞങ്ങളുടെ ഓരോ നിലപാടിലും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പോകുന്നില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ഞങ്ങളെ അടിച്ചു പുറത്താക്കിയ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെതിരെയുള്ള നിലപാടാണ് ഞങ്ങൾ ഇപ്പോഴും തുടർന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു മോഹഭംഗവുമില്ല. കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തിരിച്ചു വരും, ഇത് ഞങ്ങൾ തീർന്നു പോയിട്ടില്ല. അല്ലല്ല, അപ്പു ജോൺ ജോസഫ് ഇന്ന് ഒരു ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ധൂർത്തപുത്രൻ എന്ന് ജോസ് കെ മാണി, ആ വാക്ക് അത് ബൈബിളിലുള്ളൊരു വാചകമാണെന്ന് പുള്ളി അത് കോട്ട് ചെയ്തു. അയാൾ സോറി വന്നിട്ടുണ്ട്, ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന PJ ജോസഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു ദയം ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ. ഞങ്ങള് കേരളത്തില് അസ്തിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ജോസ് കെ മാണി നേതൃത്വം അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക്
നിയമസഭയിൽ ഇപ്പോൾ അംഗങ്ങളില്ലെങ്കിൽ പോലും അദ്ദേഹം രാജ്യസഭാ അംഗമാണ്. പഞ്ചായത്തുകളിൽ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചായത്തുകൾ ഭരിക്കുന്നു. ഞാൻ തന്നെ അവരുടെ കെയർ ഓഫിൽ ഒരു സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുക. അങ്ങനെയുള്ള ജനപ്രതിനിധികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. വോട്ടിന്റെ ശതമാനത്തിലെ വ്യത്യാസം മാത്രം നിങ്ങൾ കണ്ടെത്തരുത്. അതിപ്പോൾ 5 കൊല്ലം ഇന്ന് ഇല്ലായ്മകൾ പറഞ്ഞു, ഞങ്ങൾ ചില ഗ്യാരണ്ടികൾ പറഞ്ഞു. എന്താണ്? സ്ത്രീകൾക്ക് വാഹനങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം. വരട്ടെ നമുക്ക് അതിലേക്ക് പിന്നെ അത് നമുക്ക് പ്രത്യേക ഒരു സ്റ്റോറി ആയിട്ട് ചെയ്യാം. എന്തായാലും വളരെ നന്ദി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കെ എം മാണിയുടെ അതേ ഒരു ശക്തിയായിട്ടുള്ള ശബ്ദത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കെ എം മാണിയുടെ ശബ്ദം വളരെ പ്രസിദ്ധമാണ് കേട്ടോ. നിയമസഭയിലായാലും മൈക്കിൻ്റെ ആവശ്യമില്ലാത്തവരാണ്. അതേ രീതിയിലുള്ളൊരു ശബ്ദമാണ് താങ്കൾക്കും ദൈവാനുഗ്രഹത്താൽ കിട്ടിയിട്ടുള്ളത്. ആ ശബ്ദത്തോടു കൂടി താങ്കൾ കേരള കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇപ്പോഴും പരാജയപ്പെട്ടെങ്കിലും ഒരു വിജയിയുടെ ഉശിരോട് കൂടി പറഞ്ഞ നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. നമുക്കിപ്പോൾ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഇനി താങ്കൾക്ക് പറയാനുള്ള അടുത്തൊരു ടോക്കിൽ നമുക്ക് സംസാരിക്കാം.